എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Blessing, protection, divine support, steadfastness, insight. ഈ ഒരു മാസം സ്പിരിച്വൽ ക്വസ്റ്റ്, വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മാസമായിരിക്കും. നിങ്ങൾ പൊതുവേ നിങ്ങൾ വളരെ ആംബിഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു മാസത്തിൽ പൊതുവേ നിങ്ങൾ വളരെയധികം സിമ്പിളായിട്ട്, ലക്ഷറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ, വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതശൈലിയും, അത് ഭക്ഷണത്തിലായാലും ജീവിതശൈലിയിലാണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ, അതായത് ദൈവാനുഗ്രഹം നല്ലതുപോലുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വലുതായിട്ട് അതായത് നിങ്ങളുടെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, ഇന്നത് നേടണം, അല്ലെങ്കിൽ ഇന്നത് പ്രവർത്തിക്കണം, അങ്ങനെയൊക്കെ അംബീഷ്യസ് ആയിരിക്കില്ല. പക്ഷേ അംബീഷ്യസ് അല്ല എങ്കിൽ കൂടിയും നിങ്ങൾ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം വേണ്ടതുപോലെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തടസ്സമൊന്നും കൂടാതെ പെട്ടെന്ന് നടന്നു കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു കിട്ടുന്നു. അതിൻ്റെ ഒരു സംതൃപ്തി ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നു. അതുപോലെ തന്നെ ലൈഫ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ജീവിതം ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ മാത്രമല്ല മുന്നോട്ടേക്കുള്ള ജീവിതത്തിലും ഏതൊരു കാര്യം നിങ്ങൾ വളരെയധികം പക്വതയോടുകൂടി ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു മാസം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വർഷവും. പക്ഷേ ഈ ഒരു വർഷം സാധാരണ വർഷങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന ന്യൂ ഇയർ റെസൊല്യൂഷനും പോലെ 1-ാം തീയതിയിലേക്ക് റെസൊല്യൂഷൻ റെഡിയാകും. അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ എന്തൊക്കെയോ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കും. ഒരു ജനുവരി ആദ്യത്തെ 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ കാറ്റിൽ പറത്തി പോകുന്ന ഒരു സാഹചര്യമല്ല ഈ ഒരു വർഷമുള്ളത്. ഈ ഒരു വർഷം നിങ്ങൾ ശരിക്കും വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പല കാര്യങ്ങളും തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതേപോലെ തന്നെ പ്രൊട്ടക്ഷനാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് ഈഗോ ഒക്കെ മാറ്റിവെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് പൊതുവേ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഈഗോ കൊണ്ട് പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ അഹം എന്നുള്ളൊരു ഭാവം, അല്ലെങ്കിൽ അങ്ങനെ പല കോമ്പറ്റീഷൻസിലൊക്കെ ചെന്ന് പെടുമ്പോൾ ഞാനാണ് വലുത് എന്നുള്ളൊരു അത് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം ഒക്കെ കാണാറുണ്ട്. എങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. പിന്നെ അഗ്രഷൻ, ഭയങ്കര ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരുന്നു, അഗ്രസീവായിട്ടുള്ള പെരുമാറ്റം, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു അസൂയ, മറ്റ് ദേഷ്യം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമയമാണ്. നല്ലൊരു ദൈവാനുഗ്രഹമുള്ളതും അതേപോലെ ദൈവവിശ്വാസം, നിങ്ങൾ നാമം, ഇപ്പോൾ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ നാമം ജപിക്കുന്ന, സന്ധ്യയ്ക്ക് നാമം ജപിക്കുക, ക്രിസ്ത്യൻസ് വൈകുന്നേരം പ്രാർത്ഥന മുട്ടിപ്പായ പ്രാർത്ഥിക്കുന്ന, മുസ്ലിംസ് ആണെങ്കിലും 5 നേരം ഒന്നും നിസ്കരിക്കുന്നില്ല എങ്കിൽ കൂടിയും വൈകുന്നേരത്തെയോ രാവിലത്തെയോ നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. അതായത് കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്ന, അല്ലെങ്കിൽ ദൈവവിശ്വാസി എന്നുള്ളൊരു ഇതല്ല എങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇതവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫിലുണ്ടായിരുന്ന പാസ്റ്റ് ഫെയിലിയേഴ്സൊക്കെ, അതായത് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്.
വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. അതേപോലെ ചില ആളുകൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ യോഗ പോലുള്ള കോഴ്സസിന് ചേരുന്നുണ്ട്, യോഗ കാര്യങ്ങളൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ള ആളുകൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ യോഗ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. കൂടുതൽ നിങ്ങളുടെ മതത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ മറ്റൊരു മതത്തിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ പഴയ നിങ്ങൾ ഇപ്പോൾ മതവിശ്വാസി അല്ലാതിരുന്ന ഒരു മതവിശ്വാസി ആകുന്നതോ മതം മാറുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നു. ചില ആളുകൾ പഴമയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന തരത്തിലൊക്കെ ആയിരിക്കും. ജോലിയിലൊക്കെ നല്ലൊരു സമയമാണ്, ജോലി സംബന്ധമായിട്ട് വളരെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം മറ്റുള്ളവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ വില കൽപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ബന്ധുജനങ്ങളുടെ ഇടയിലും സൊസൈറ്റിയിൽ നിങ്ങൾക്കൊരു വില, അതായത് നിങ്ങളെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് നല്ലൊരു വില നൽകുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ആ ഒരു എനർജി. അപ്പോൾ അതേപോലെ തന്നെ വളരെയധികം കണക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളിലും വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതായത് സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു സാഹചര്യം, വിദേശത്ത് ജോലി ലഭിച്ചിട്ട് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു മാസം. നിങ്ങളിൽ ഒരു ദൈവികതയും ഒരു ആത്മീയതയൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് ഈ ഒരു മാസം. അതേപോലെ തന്നെ പിന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴായിട്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാണ് അത് കാണിക്കുന്നത്. ഈ ഒരു സാമ്പത്തികമായിട്ടോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു പുതിയ ജോലിയിലേക്ക് കയറുന്നുണ്ട്, അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് വീണ്ടും പുറകോട്ടേക്ക് അയ്യോ അത് വേണ്ടായിരിക്കും എന്ന് വിചാരിച്ച് പുറകോട്ടേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ വരുന്നു. വീണ്ടും അതായത് അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലാതെ ഇടയ്ക്ക് വരുന്നുണ്ട്. അന്തിമമായിട്ട് നിങ്ങൾ ശരിയായിട്ടുള്ള തീരുമാനം തന്നെയാണ് എടുക്കുന്നത് എങ്കിലും അന്തിമമായിട്ട് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ നിങ്ങളിങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് മുന്നോട്ടേക്ക് പുറകോട്ടേക്ക് പോയി മാറി. കാരണം നിങ്ങൾക്കൊരു വ്യക്തതയില്ല. പൊതുവിൽ ഈ ഒരു മാസത്തിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണെങ്കിലും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അല്ലാത്ത സമയം മറ്റുള്ളവരുടെ മുമ്പിൽ ജോലിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. വളരെയധികം വളരെ എല്ലാ കാര്യം ആത്മാർത്ഥതയോട് കൂടിയിട്ടും വളരെ അധികം കോൺഫിഡൻസോട് കൂടിയിട്ടും ഒക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ചില പ്രത്യേക തീരുമാനങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറി പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നത്. അതേപോലെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു സമയം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ദീർഘവീക്ഷണം ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം വളരെ ക്ഷമയോടും കാര്യപ്രാപ്തിയോടും കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പോലും, അതായത് ചെറിയ കുട്ടികളാണെന്ന് നിങ്ങൾ കരുതുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിരിക്കാം, മറ്റ് സഹോദരങ്ങളോ അല്ലെങ്കിൽ പ്രായത്തിൽ നിങ്ങളെക്കാൾ താഴ്ന്നവരായിരിക്കാം, അവരൊക്കെ വളരെ കർക്കശമായിട്ടുള്ള ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് സാമ്പത്തിക കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അതായത് സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തവരാണെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവരൊക്കെ സമ്പാദിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം പറയാം. അതായത് അവർ ചെറിയ രീതിയിൽ ബിസിനസ്സോ കാര്യങ്ങളിലൂടെയൊക്കെ സ്വയം സമ്പാദിച്ചു തുടങ്ങുന്നതിൻ്റെ ഒരു സാഹചര്യം, വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ജേർണി കൂടെ കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഈ ഒരു മാസം ജോലി സംബന്ധമായിട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ഉന്നതി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ ഫോക്കസ് കൂടുതലായിട്ടും ഭക്തിമാർഗത്തിൽ അല്ലെങ്കിൽ ആത്മീയതയിലായിരിക്കും ഉണ്ടാവുക. അതിപ്പോൾ പ്രായമായിട്ടുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിൽ പോലും ആത്മീയ കാര്യങ്ങളിൽ, ദൈവിക കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.
നമസ്കാരം.